ലേണിംഗ് ശ്വേത മിസ് ആണ്. അപ്പൊ അത് അടിപൊളിയായിട്ട് നമ്മുടെ മെഗാ മാരത്തോണും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നാളെ നിങ്ങൾ കാത്തിരുന്ന മാത്സ് എക്സാം ആണല്ലേ. ഇപ്പൊ ഈ 2-3 ദിവസം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് മിസ്സിന്റെ വിശ്വാസം. അപ്പൊ യെസ്, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യം നോക്കാം. നാളെ എക്സാമിന് നിങ്ങൾ എന്തായാലും കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ എന്താണ് ക്വസ്റ്റൻ നോക്കാം അല്ലെ മകളെ. 144 തുല്യം ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അതായത് ഇതേപോലെ നിങ്ങൾക്ക് ABCD ഓപ്ഷൻസ് എന്നിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കും. 144 തുല്യമായത് 144 തന്നെ വരും എന്നല്ലാട്ടോ മിസ് വരുന്നത്. ഇങ്ങനെ ഇതേപോലത്തെ ചോദ്യം, അതായത് ഘടകങ്ങളായിട്ട് പ്രൊഡക്റ്റ് ഓഫ് പവർ ഓഫ് പ്രൈം നമ്പേഴ്സ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് എന്തായാലും പറയും. അഭാജ്യ സംഖ്യയുടെ കൃതിയുടെ ഗുണനഫലമായിട്ട് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടാകും. ഏതൊരു നമ്പർ ആയാലും നിങ്ങൾ എഴുതേണ്ടി വരും. നാളെ ഉറപ്പായിട്ടും നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. അപ്പൊ ഇത് പഠിക്കാതെ നാളെ പോവേണ്ട, നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും. ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ 144 നമുക്ക് നോക്കാം അല്ലെ. ആദ്യം തന്നെ നമുക്ക് 2 കൊണ്ട് ഹരിച്ചു നോക്കാം. 2 × 7 14 ആണ്. അതേപോലെ 2 × 2 4 ആണ്, 72. വീണ്ടും 2 2 × 3 6 ആണ്. 2 × 6 12. വീണ്ടും 2 × 1 2, 2 × 8 16 18 അല്ലെ. പിന്നെയോ 2 × 9 എന്ന് പറയുന്നത് 18 ആണ്. പിന്നെ 3 × 3 9 ആണ്. സെറ്റ് അല്ലേ. അപ്പൊ 144 നമുക്ക് എന്താക്കി എഴുതാം? 144 144 is equal to 1 2 3 4 2⁴ into 3⁴ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ആൻസർ. സെറ്റ് അല്ലേ. അടുത്ത ചോദ്യം കൂടെ നമുക്ക് നോക്കി നോക്കാം. 6² into 3² എത്ര ഘടകങ്ങളുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ദെയർ ഫോർ 6² into 3² എന്നാണ് ചോദ്യം. മക്കളെ, ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ നേരെ 6² ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ശരിയാണ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അത് നമ്മൾ എപ്പോഴായിരുന്നു കണ്ടുപിടിക്കുക? എല്ലാം പ്രൈം നമ്പേഴ്സ് ആവണമായിരുന്നു. 6 ഒരു പ്രൈം നമ്പർ ആണോ? 6 ഒരു പ്രൈം നമ്പർ അല്ല അല്ലെ. അപ്പൊ 6നെ പ്രൈം നമ്പർ ആക്കി മാറ്റണ്ടേ? 6നെ നമ്മൾ എങ്ങനെയാണ് പ്രൈം നമ്പർ ആക്കിയിട്ട് മാറ്റുക? 2 × 3 6 ആണ്. 2 × 3 2 × 3⁴. ഇങ്ങനെ നമുക്ക് എഴുതാലോ, അതിന് പ്രശ്നമില്ലല്ലോ അല്ലെ. അപ്പൊ 6 ഒരു പ്രൈം നമ്പർ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിനെ ഇങ്ങനെ ഇതേപോലെ മാറ്റി എഴുതിയത്. ഇനി പവർ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ്. 2ന്റെ പവർ 2⁴2, 3ന്റെ പവർ 3⁴2, ഇവിടെ × 3⁴2. ഇനി എന്ത് ചെയ്താൽ മതി? 2⁴2 into 3² 3² രണ്ടും കൂടെ നമുക്ക് എന്ത് കിട്ടും? 3⁴ എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ എത്ര ഫാക്ടേഴ്സ് ആണുള്ളത് എന്നല്ലേ നമ്മളോട് ചോദിച്ചത്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അഥവാ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? യെസ്, ഈ ഒരു കൃതിയോട് 2⁴2 എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകും? 2 + 1 ഫാക്ടേഴ്സ് അല്ലെ. കൃതിയോട് 1 കൂട്ടിയാൽ മതി, അഥവാ പവറിനോട് 1 ആഡ് ചെയ്താൽ മതി. അപ്പൊ 2 + 1 എന്ന് പറയുന്നത് 3 ഫാക്ടേഴ്സ് ആണ്. ഇവിടെയോ കൃതി അഥവാ പവർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 + 1 5 ഫാക്ടേഴ്സ് ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 ഫാക്ടേഴ്സ് അഥവാ 15 ഫാക്ടേഴ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഈ കാര്യങ്ങൾ നല്ല പോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ്. അപ്പോ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ എന്റെ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. നിങ്ങൾക്ക് ഈസി ആയിരിക്കും എക്സാം. സൂപ്പർ ആയിട്ട് നിങ്ങൾ എക്സാം എഴുതുന്നുള്ള കാര്യം മിസ്സിന് അറിയാം. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.